തങ്ങൾപ്പാറ. ഇതിനെയാണ് നമ്മൾ മിക്ക സിനിമകളിലും കാണുന്നത്. ഈ പാറ മനസ്സിലായോ? മഴ പെയ്തു മക്കളെ, മഴ പെയ്തു. സിപ്ലൈൻ്റെ എടുത്തോണ്ടിയാണ് 400 രൂപയാണ് ഇതിൻ്റെ. ഒരു ടാറ്റയുടെ ഒരു പരസ്യമുണ്ട്, കിട്ടു പരസ്യമാണ്. അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറയുടെ 2ാം ഘട്ടം ഇവിടെ വന്ന് ഈ മൊട്ടക്കുന്ന് കാണാമെന്നുള്ളൂ. പക്ഷേ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ലൊരു വൈബാണ് കിട്ടും. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു ഹാരിയർ EV കയറി പോകുന്ന പാതയാണ്. റെയിൻകോട്ടൊക്കെ മേടിച്ചു. മഴ പെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മലയാറ്റൂരൊക്കെ കയറിയിട്ടുള്ളവർക്ക് സുഖമായിട്ട് ഇതൊന്ന് കയറാം. എന്തോ ഒരു പന്തികേട് പോലെ, കാരണം ഇവിടെ ആരുമില്ല. ഹാരിയർ കയറിപ്പോയ ആ ഒരു കുത്ത് മലയാണ്. മരങ്ങളൊന്നുമില്ലാതെ നിരപ്പായിട്ട് ഇങ്ങനെ മൊട്ടക്കുന്നുകൾ ഇങ്ങനെ കാണാം. ഇവിടെയാണ് ഹാരിയർ വന്ന് കയറിയത്. രാമക്കൽമേട് കയറിയിട്ടുള്ളവർക്കും കയറാം. നമുക്കിനി അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മളത് അവിടെ നിന്നൊക്കെ വന്ന കേട്ടോ. ഇല്ലിക്കക്കല്ലാണ് ഏറ്റവും ടഫ്. അത് കയറിയവരൊക്കെ പുല്ല് പോലെ കയറി പോകും. ടോപ്പേ വന്ന് കയറി. അപ്പം ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. ഉണ്ടോ? അതിൻ്റെ തൊട്ട് താഴെ ഒരു കവറിടമുണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാനത് സംസാരിക്കാത്തത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വാഗമണ്ണിന് വേണ്ടി ഇറങ്ങിയതാണ്. വാഗമണ്ണ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒത്തിരി സിനിമകളിലും ഒക്കെ അല്ലെങ്കിൽ പാട്ട് സീനുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് കിട്ടു. ഉണ്ടോ? മഞ്ഞ് മൂടി മഴ പെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും കാണുന്നു. നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ. അവിടെ ഒരു കുഞ്ഞൊരു റിസോർട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. സെറ്റായിരിക്കുകയാണ്, ഏത് നിമിഷവും പെയ്യാം. അപ്പോൾ നമ്മൾ വാഗമണ്ണ് എത്തിയിട്ടില്ല, അതുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കടുവ, ഇതിനെയാണ് നമ്മൾ മിക്ക സിനിമകളിലും കാണുന്നത്. ഇതുണ്ടോ? ഇവൻ ഒട്ടനവധി പടത്തിൽ ഈ ഒരു കടുവയുണ്ട്. അപ്പം മഴ പെയ്തു മക്കളെ, മഴ പെയ്ത് കിടും മഴ. നമുക്ക് നേരെ വാഗമണ്ണ് വിടാം. കണ്ടോ? മഴ പെയ്തു. കടുവക്കൂട്ട് റെയിൻകോട്ടൊക്കെ മേടിച്ചു. മഴ പെയ്യുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ മഴ പെയ്താൽ അതിനൊരു പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചൈൽഡ് 15 രൂപ, നമുക്ക് 25 രൂപ, ഒരു സീനിയർ സിറ്റിസന് 15 രൂപ. അപ്പം നമുക്കിത് എൻട്രൻസ് ടൈം 9 AM to 5:45, എക്സിറ്റ് 6 PM. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് കയറേണ്ടത്. ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തു, 25 രൂപ. നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറാം. ശരിക്കും ഇവിടെ മൊട്ടക്കുന്ന് എന്ന് പറയും. അതായത് മരങ്ങളൊന്നുമില്ലാതെ നിരപ്പായിട്ട് ഇങ്ങനെ മൊട്ടക്കുന്നുകൾ ഇങ്ങനെ കാണാം. അത് കാണാനേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. നമ്മൾ കാടുമലയൊക്കെ കയറി കുറേ പോയതല്ലേ, അപ്പോൾ കുറച്ച് നിരപ്പായ മലനിരകളിലൂടെ സഞ്ചരിക്കാം. വാഗമണ്ണ് വന്നാൽ അതാണ് മെയിനായിട്ട് കാണാനുള്ളൂ. പിന്നെ അഡ്വഞ്ചർ പാർക്കിൽ നമ്മൾ പോയതാണ്, അപ്പുറത്ത് പോയതാണ്. അങ്ങോട്ട് ഇനി ഞാൻ പോകുന്നില്ല. ഇവിടെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സത്യത്തിൽ ഇവിടെ വന്ന് കണ്ടപ്പം എന്തിനാണ് വന്നത് എന്നുള്ളൊരു ചിന്തയാണ് ഫസ്റ്റ് മനസ്സിലോട്ട് വന്നത്. പക്ഷേ ഇതിങ്ങനെ കണ്ട് വന്നപ്പോഴത്തേക്കും കൊള്ളാം. നല്ലൊരു എന്താ പറയുന്നത്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ ഉണ്ട്. ഇതുണ്ടോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫുള്ള് മൊട്ടക്കുന്നുകളാണ്. അതുവെല്ലാം ആൾക്കാർ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നൊരു ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫ്രെയിം നമ്മൾ ഒത്തിരി സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട്. ഞാനത് മിക്ക വീഡിയോയിലും പറയുന്നതാണ്. ഇടുക്കി വൈബ്സ് ഇടുമല്ലേ. അപ്പം നമ്മളത് അവിടെ നിന്നാണ് വന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ മൊട്ടക്കുന്ന് കാണാമെന്നുള്ളൂ ഉള്ളൂ. പക്ഷേ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല ഒരു വൈബാണ്, കിടുവാണ്. അപ്പം ഇവിടെ ഈ കാണുന്ന ഈ ഫുള്ള് മൊട്ടക്കുന്നിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. നമുക്കിത് എല്ലായിടത്തോടും കയറി ഇറങ്ങി നടക്കാം. നമുക്ക് മാക്സിമം കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇതുണ്ടോ, ആ സിപ്ലൈൻ്റെ എടുത്തോണ്ട് ചെല്ലാം. 400 രൂപയാണ് ഇതിൻ്റെ ഒരാൾക്കുള്ള റേറ്റ്. ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല. ഇതുകൊണ്ട് ഇതിൻ്റെ മേളിൽ ആൾക്കാർ കയറിയിട്ട് ഇവിടുന്ന് നേരെ ഇതാ അങ്ങോട്ട് പോകും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, അതായത് ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പം ടൂർ വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ അന്ന് ഇവിടെയൊക്കെ വന്ന് കണ്ടതാണ്. ഒന്നും ഓർമ്മയൊന്നുമില്ല. പിന്നെ ഇതുണ്ടോ, ഒരു ലേക്ക്, നമുക്ക് ബോട്ടിങ്ങൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. ഇതിലിപ്പോൾ കയാക്കിങ് 150 രൂപ, ഡബിൾ ആണെന്നുണ്ടെങ്കിൽ 250. പിന്നെ ബോട്ടിങ് 4 പേഴ്സണ് 500 രൂപ. ഇത് നമ്മൾ പണ്ട് കൊട്ടവഞ്ചിയില്ലേ, അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ, അവിടെയാണ് സംഭവങ്ങളെല്ലാം കിടക്കുന്നത്. കണ്ടോ,
ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങ് കയറാം. ആരും കാണാനില്ലല്ലോ. ഇതുണ്ടോ, ഇതാണ് കയാക്കിങ്. ഇങ്ങനെ എന്തോ ഒരു പന്തികേട് പോലെ, കാരണം ഇവിടെ ആരുമില്ല. നമ്മളിപ്പോൾ 2 സംഭവങ്ങൾ കണ്ട്, അത് 2ഇടത്തും ആരുമില്ല. എല്ലാം വർക്കിങ്ങിലുള്ളതാണോ അതോ നശിച്ചു പോയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇതുണ്ടോ, വെള്ളം കയറിയിട്ട് ചിലപ്പം മറിഞ്ഞ് കിടക്കുന്നതായിരിക്കാം. ഇതും അതുപോലെ തന്നെ കേട്ടോ, വെള്ളം കയറിയിട്ടേ ഇവിടെ തട്ടിയൊക്കെ മറിഞ്ഞ് കിടക്കുന്നതായിരിക്കും. അതാണ് ഒരു ചെറിയൊരു ലേക്ക്. അപ്പം എന്തായാലും പറയണം, വാഗമൺ മൊട്ടക്കുന്നിൽ വന്നാൽ ചെറിയ ആക്ടിവിറ്റീസുകൾ ഇതാണ്. ഒന്നും വർക്കിംഗ് അല്ല ഞാൻ കണ്ടതിൽ. അപ്പോൾ നമുക്കിനി നേരെ ഇതാ നമ്മൾ ഫസ്റ്റ് അവിടെ വന്നേ, അവിടെ നേരെ നമ്മൾ ഇവിടെ വന്നു ഫോട്ടോ എടുക്കുന്നിടത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സിപ്പ് ലൈൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ കാണുന്നതാണ് ലേക്ക്, അവിടെ നമ്മൾ പോയി. അപ്പോൾ ഇതാണ് ഏറ്റവും ഹൈറ്റിലുള്ള മൊട്ടക്കുന്ന് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അതുകൊണ്ടോ ആ കാണുന്നത് തങ്ങൾപ്പാറ. അത് ഫേമസ് ആയിട്ടുള്ള ഒരു പാറയാണ്. ഇവിടുന്ന് ഏതാണ്ട് നല്ല ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറയുടെ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തിയില്ല, കയറി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു 30 രൂപ ചാർജ് ഉണ്ട് കേട്ടോ. അപ്പം എന്താ ആ കാണുന്നതാണ് തങ്ങൾപ്പാറ. ഈ പാറ മനസ്സിലായോ? ഇത് നമ്മളുടെ ടാറ്റ ഹാരിയർ EV ഇല്ലേ, ആ EV എടുത്ത അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ടാറ്റയുടെ ഒരു പരസ്യമുണ്ട്, കിട്ടു പരസ്യമാണ്. അതിൽ ആ ഹാരിയർ EV കയറിപ്പോകുന്ന പാതയാണ്. ഹാരിയർ കയറിപ്പോയ ആ ഒരു കുത്ത് മലയാണ് ഇത്. ചെറിയൊരു മലയാണ് നേരിട്ട് കാണുമ്പം, പക്ഷേങ്കിൽ നമുക്ക് മനുഷ്യർ കയറിപ്പോകാൻ ഇച്ചിരി പ്രയാസമുണ്ട്. എന്നാൽ വലിയൊരു പ്രയാസപ്പെടുന്ന കാര്യമൊന്നുമില്ല. ഇതൊക്കെ വേറെ സിമ്പിൾ പാറ കയറ്റമാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ രാമക്കൽമേട് പോയി, എന്താ പറയുന്നത്, എല്ലിക്കക്കല്ല് പോയി, പിന്നെ വേറൊന്നുണ്ടല്ലോ മലയാറ്റൂർ പോയി, അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്നുമില്ല. അപ്പം ഇവിടെയാണ് ഹാരിയർ വന്ന് കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ആണ് കിടു. അതുകൊണ്ടോ അത് വാഗമൺ സിറ്റി. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിൽ ഹൈലൈറ്റ്. അവിടെ നമുക്ക് ഈരാറ്റുപേട്ട ടൗൺ. മോനെ ഇത് രസം നോക്കി, ഇതാ ആ കാണുന്നതാണ് ഈരാറ്റുപേട്ട ടൗണ്. അത് ഒരു ഫുള്ളൊരു എത്രയോ താഴ്വാരത്താണത് കാണുന്നറിയാം. നമ്മളിവിടെ നോക്കുമ്പോൾ അങ്ങനെ കാണുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്ലൈമറ്റാണ് കിട്ടു എന്ന് പറഞ്ഞാൽ കിട്ടു. കാരണം എന്ന് വെച്ചാൽ മഞ്ഞ് മൂടി അല്ലെങ്കിൽ മഞ്ഞ് പുതച്ച് കിടക്കുന്നത് കാണാൻ എന്ത് രസമാണ്. നമുക്കിനി പോകേണ്ടത് അങ്ങോട്ടാണ്. അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറയുടെ 2ാം ഘട്ടം കയറി. ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ട് പറയാം. മലയാറ്റൂരൊക്കെ കയറിയിട്ടുള്ളവർക്ക് സുഖമായിട്ട് ഇതൊന്ന് കയറാം. രാമക്കൽമേട് കയറിയിട്ടുള്ളവർക്കും കയറാം. ഇല്ലിക്കക്കല്ലാണ് ഏറ്റവും ടഫ്. അത് കയറിയവരൊക്കെ പുല്ല് പോലെ കയറിപ്പോവും. അപ്പം നമ്മൾ അവിടെ നിന്ന് നോക്കിയില്ലേ, അതായത് വാഗമണ്ണ് മൊട്ടക്കുന്ന് എന്ന് നോക്കിയില്ലേ, അതാണ് സ്ഥലം. ആ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇതാ അവിടെ ചെല്ലണം. ശരിക്കും പറഞ്ഞാൽ ആ വഴിയെ അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ വരെ പോകാമായിരുന്നു. പക്ഷേങ്കിൽ കയറിപ്പോയിട്ടുണ്ട്, ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇതുവഴി താഴോട്ടൊന്ന് പോയി നോക്കാം, അതുവഴി വഴിയുണ്ടോ എന്ന്. അപ്പം ഇതാണ് തങ്ങൾപ്പാറ. അതിൻ്റെ അവിടെ ഒരു കബറിടമുണ്ട്. അപ്പം ഇതിനെപ്പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അവസാനം നമ്മൾ എത്തിപ്പെട്ടത് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു വലിയ പാറയുണ്ട്. ഈ വേലിയുടെ ഈ സൈഡിൽ കൂടെ കയറാനൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലൊന്ന് ജസ്റ്റ് കയറാം. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, സൂപ്പറല്ലേ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മളത് അവിടെ നിന്നൊക്കെ വന്നു കേട്ടോ. അവിടെ നിന്ന് വന്ന് നമ്മൾ ഇതാ ഈ ടോപ്പിൽ വന്ന് കയറി. ഈ ടോപ്പിൽ എന്ത് രസമാണെന്ന് നോക്കി. അപ്പം ഇത്രയും വിഷ്വൽ ബ്യൂട്ടി ഈ പ്രകൃതി നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് കാണേണ്ടത് തന്നെയാണ്. അപ്പം ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. കണ്ടോ മലനിരകൾ കണ്ടില്ലേ, മഞ്ഞ് മൂടി കിടക്കുന്നത്. എന്ത് അടിപൊളിയാണോ. നമ്മളതാ അവിടെ നിന്നാണ് വന്നത്, വാഗമണ്ണ് മൊട്ടക്കുന്ന്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കിയത്. പിന്നെ ഈ കാണുന്നത് വാഗമൺ ടൗണാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു ഭംഗിയാണ് കേട്ടോ. ഇവിടെ കുഴിയാണ് കേട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകത്തില്ല. ഇത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം ആ കാണുന്നത് ഈരാറ്റുപേട്ടയാണ്.
ശരിക്കുമുള്ള തങ്ങൾപ്പാറ എന്ന് പറയുന്നത് ആ കാണുന്ന പാറയാണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു കവറിടമുണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാനത് സംസാരിക്കാത്തത്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടേണ്ടതാണ്. അപ്പം സൂപ്പർ